എൻ്റെ പ്രണയം ഭാഗം 46. ശരിയാണ് നീ പറഞ്ഞത്. അന്ന് ജോത്സ്യനോട് നിങ്ങളുടെ വിവാഹം നടക്കില്ല എന്ന് പറയാൻ പറഞ്ഞത് ഞാനാണ്. നിങ്ങളുടെ ജാതകം ചേരില്ല എന്ന് പറയിപ്പിച്ചതും ഞാനാണ്. എനിക്ക് പൊന്നുവിനെ വേണമായിരുന്നു. ഞാൻ അവളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ നിങ്ങൾ അപ്പോഴും അവളെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്നും സ്വയം പിന്മാറിപ്പോയേനെ. പക്ഷേ നീ എന്താ ചെയ്തത്? ആ ദിവസം തന്നെ, അന്ന് തന്നെ നീ ഇവളെ അടിച്ചിറക്കി നിന്റെ വീട്ടിൽ നിന്നും. അടിച്ചിറക്കുക മാത്രമല്ല, അന്ന് നീ വാക്കുകളാലും എൻ്റെ പെണ്ണിനെ ഒരുപാട് വേദനിപ്പിച്ചു. എന്ത് ആത്മാർത്ഥതയാണ് നിന്റെ സ്നേഹത്തിൽ ഉണ്ടായിരുന്നത്? ഒരു കാര്യം കിട്ടിയപ്പോൾ, ഒരു നിസ്സാരമായ കാര്യം കേട്ടപ്പോൾ തന്നെ നീ തള്ളിക്കളഞ്ഞിരിക്കുന്നു നിന്റെ എന്ന് നീ അവകാശപ്പെടുന്ന ഈ പ്രണയത്തെ. ശരിയാണ്, ഞാൻ ചെയ്തത് തെറ്റാണ്, ഞാൻ ന്യായീകരിക്കുന്നില്ല. പക്ഷേ എനിക്കിവളെ വേണമായിരുന്നു. ഇവളില്ലാതെ നീ ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെയല്ല. ഇവളില്ലാതെ ഒരിക്കലും ഞാൻ ജീവിക്കില്ലായിരുന്നു. ഇവളെ നഷ്ടപ്പെട്ട അന്ന് ഞാൻ സ്വയം ജീവൻ ഒടുക്കുമായിരുന്നു. വെറുതെ പറഞ്ഞതല്ല, അത്രയ്ക്കും ഭ്രാന്താണ് ഇവളെന്ന എനിക്ക് ഭ്രാന്തമായ സ്നേഹമായിരുന്നു എനിക്ക് ഇവളോട്. ആരോടും പറയാതെ മനസ്സിൽ കൊണ്ടു നടന്നത് കൊണ്ടായിരിക്കാം ആ സ്നേഹത്തിന് വല്ലാത്ത വീര്യമായിരുന്നു. ആരും കാണാതെ അറിയാതെ, ഇവൾ പോലും അറിയാതെ സ്നേഹിച്ച ആ പ്രണയത്തിന് വല്ലാത്തൊരു ആകർഷണമുണ്ട്, ഹരി പറഞ്ഞു. വീണ്ടും നിരഞ്ജൻ ഹരിയുടെ അടുത്തേക്ക് വരാൻ പോയതും പൊന്നു വീണ്ടും പറഞ്ഞു, നിരഞ്ജൻ പോകാൻ നോക്ക്. പൂജ, നിരഞ്ജനെ വിളിച്ചു കൊണ്ടുപോ. എനിക്കിനി നീ എൻ്റെ മുന്നിൽ കിടന്ന് മരിക്കുമെന്ന് പറഞ്ഞാൽ പോലും എനിക്ക് നിരഞ്ജനെ സ്നേഹിക്കാൻ പറ്റില്ല, സ്വീകരിക്കാൻ പറ്റില്ല. നിരഞ്ജൻ, പ്ലീസ്, ദൈവത്തെ ഓർത്ത് എന്നെ മനസ്സിലാക്ക്. പോകാൻ നോക്ക്. നാളെ ഇവിടെ എൻ്റെ വിവാഹമാണ് നടക്കാൻ പോകുന്നത്. ഇത്രയും ആളുകൾ വന്നിരിക്കുന്നത് എൻ്റെ വിവാഹം കൂടാനാണ്. അതുകൊണ്ട് എനിക്ക് മറ്റൊന്നും ചിന്തിക്കാനില്ല, ഒന്നും പ്രവർത്തിക്കാനുമില്ല. പോകാൻ നോക്ക് നിരഞ്ജൻ, പൊന്നു ശക്തമായി തന്നെ പറഞ്ഞു. വീണ്ടും നിരഞ്ജൻ അടുത്തേക്ക് വരാൻ നോക്കിയതും അവൾ കൈകൊണ്ട് തടഞ്ഞു. പൂജ, വിളിച്ചുകൊണ്ട് പോകാൻ നോക്ക്. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. ഇവിടെ എല്ലാവരും ഹാപ്പിയാണ്. ഇവിടെ എന്തെങ്കിലും ഒച്ചപ്പാടും ബഹളവും കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കും. അതിപ്പോൾ 2 കുടുംബങ്ങളെ അല്ല, 4 കുടുംബങ്ങളെ ബാധിക്കും. പ്ലീസ്, വിളിച്ചുകൊണ്ട് പോ പൂജ. വീണ്ടും പൊന്നു പറഞ്ഞു. പൊന്നു പ്ലീസ്, ഞാൻ നിൻ്റെ കാല് പിടിക്കാം. ഞാൻ ചെയ്തത് തെറ്റാണ്. കാല് പിടിച്ച് ഞാൻ മാപ്പ് പറയാൻ പൊന്നു. എന്നെ വേണ്ടാന്ന് വെക്കല്ലേ. ഞാൻ സംസാരിക്കാം എല്ലാവരോടും. നമുക്ക് ജീവിക്കാൻ പൊന്നു. വീണ്ടും നിരഞ്ജൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നില്ല. എൻ്റെ മനസ്സ് മുഴുവനും എൻ്റെ ഹരിയേട്ടനാണ്. പ്ലീസ്, ഇനിയും പ്രശ്നം ഉണ്ടാക്കരുത്. ഇറങ്ങിപ്പോകാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ റൂമിൻ്റെ വാതിലിന് നേരെ കൈ കാണിച്ചു. പൂജ നിരഞ്ജൻ്റെ കയ്യിൽ പിടിച്ചു. അത് തട്ടിത്തെറിപ്പിച്ചുവെങ്കിലും പൂജ ബലമായി തന്നെ ആ കൈ പിടിച്ചുകൊണ്ട് അവനെയും കൊണ്ട് പുറത്തേക്ക് പോകാനായി തിരിഞ്ഞതും പൂജ, പൊന്നു വിളിച്ചതും പൂജ അവളെ തിരിഞ്ഞു നോക്കി. ഞാൻ നിരഞ്ജനെ സ്നേഹിച്ചു എന്ന് പറയുന്നത് സത്യമാണ്. പക്ഷെ ഇപ്പോൾ എൻ്റെ മനസ്സിൽ നിരഞ്ജനില്ല. ഞാൻ വെറും വാക്ക് പറഞ്ഞതല്ല. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നീ തട്ടിത്തെറിപ്പിച്ച് വാങ്ങിയ നിന്റെ പ്രണയത്തെ ഇനി നീ നഷ്ടപ്പെടുത്തരുത്. എന്നോടുള്ള വാശിയും വൈരാഗ്യവും കാണിക്കേണ്ടത് ഇങ്ങനെയല്ല. ഇയാളെ സ്നേഹിച്ചാണ്. നല്ലൊരു ജീവിതം എൻ്റെ മുന്നിൽ കാണിച്ചു തന്നിട്ടായിരിക്കണം. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് മനസ്സിൽ വൈരാഗ്യവും ദേഷ്യവും വിദ്വേഷവും എല്ലാം കുത്തി നിറയ്ക്കുമ്പോൾ നഷ്ടം മറ്റുള്ളവർക്കല്ല, നിനക്കായിരിക്കും എന്ന് മാത്രം നീ ചിന്തിക്കുക. ചെല്ല്, പൊയ്ക്കോ. പൊന്നു പറഞ്ഞതും നിരഞ്ജൻ അപ്പോഴും അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കണ്ട പൂജ അവൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പോയി. എന്നാൽ ശിവരഞ്ജിനി അവിടെ ദേഷ്യത്തോടെ ഹരിയെയും പൊന്നുവിനെയും അവളുടെ കൂട്ടുകാരെയും നോക്കിക്കൊണ്ട് നിന്നു. നീ വന്ന കാര്യം കഴിഞ്ഞെങ്കിൽ ഇറങ്ങിപ്പോകാൻ നോക്ക്, ഹരി ദേഷ്യത്തിൽ പറഞ്ഞു. എല്ലാവരെയും ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് അവൾ അവിടെ നിന്ന് പോയി. പൊന്നു ഹരിയുടെ മുഖത്തേക്ക് നോക്കി. ശ്രദ്ധ, വാണി, ഐറ, നിങ്ങൾ താഴേക്ക് പോയിക്കോ, ഞാൻ വരാം. പൊന്നു പറഞ്ഞതും അവരെല്ലാവരും ദയനീയമായി ഹരിയെ നോക്കി. ചെല്ല്, ഞാൻ വരാം. കുറേ നേരമായില്ലേ നമ്മളെല്ലാവരും കൂടി ഇങ്ങോട്ട് പോന്നിട്ട്. കാണാണ്ടായി കഴിഞ്ഞാൽ വീട്ടുകാരെല്ലാവരും വിഷമിക്കും. അതുകൊണ്ട് ചെല്ല്, ഞാൻ വരാം. വീണ്ടും പൊന്നു പറഞ്ഞു. അവരെല്ലാവരും ഹരിയെ നോക്കി. ഹരി കണ്ണുകൊണ്ട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞതും എല്ലാവരും താഴേക്ക് പോയി. എല്ലാവരും താഴേക്ക് പോയതും പൊന്നു ചെന്ന് ഡോറടച്ചു. അവിടെ തിരിഞ്ഞു നിന്ന് ഹരിയെ നോക്കി.
അവൾ പതിയെ നടന്ന് ഹരിയുടെ അടുത്തേക്ക് വന്നു. അവൻ്റെ ഷർട്ടിൽ പിടിച്ചു. എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തത്? ഞാൻ എന്ത് തെറ്റാ ഞാൻ നിങ്ങളോട് ചെയ്തത്? അന്ന് ഞാൻ അനുഭവിച്ച വേദന, ഞാൻ എത്രത്തോളം വിഷമിച്ചുവെന്ന് നിങ്ങൾ കണ്ടതല്ലേ? അപ്പോൾ പോലും നിങ്ങൾക്ക് എന്നോട് സത്യം പറയാൻ പറ്റിയില്ലേ? ഒരിക്കലെങ്കിലും, എപ്പോഴെങ്കിലും, ഒരു പ്രാവശ്യമെങ്കിലും, തമാശ രീതിയിലെങ്കിലും നിങ്ങൾക്ക് എന്നോട് പറയായിരുന്നില്ലേ? എന്നെ പറ്റിക്കായിരുന്നു അല്ലേ നിങ്ങളും എന്ന് പൊന്നു പറഞ്ഞതും ഹരി വേഗം അവളുടെ അടുത്തേക്ക് ചേർന്ന് അവളുടെ അരയിലൂടെ പിടിച്ചു വലിച്ച് അവളെ ചേർത്ത് നിർത്തി. അവൾ അവൻ്റെ കയ്യിൽ കിടന്ന് കുതറി. വിട്, എന്നെ വിടാൻ, തുടരുതെന്നെ, അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. ഇപ്പോൾ നിന്റെ പ്രശ്നം എന്താ പൊന്നു? അവനെ വിവാഹം കഴിക്കാൻ പറ്റാത്തതാണോ? അവനെ നഷ്ടപ്പെട്ടതാണോ? അല്ലെങ്കിൽ ഞാൻ നിന്നോട് സത്യം പറയാതിരുന്നതാണോ? എന്താ നിന്നെ വിഷമിപ്പിക്കുന്നത്? ആദ്യം അത് പറ നീ, ഹരി ചോദിച്ചു. ആദ്യം ഞാൻ ചോദിച്ചതിനല്ലേ നിങ്ങൾ മറുപടി പറയേണ്ടത്? എന്തിനാ ഇതെല്ലാം നിങ്ങളെല്ലാവരിൽ നിന്നും ഒളിപ്പിച്ചു വെച്ചത്? എന്തിനാ അങ്ങനെ ചെയ്തത്? പൊന്നു ചോദിച്ചു. അതിന് ഒരു ഉത്തരമേ ഉള്ളൂ പൊന്നു. എൻ്റെ കയ്യിൽ അതിന് ഒരു ഉത്തരമേ ഉള്ളൂ. നിന്നോടുള്ള പ്രണയം. എൻ്റെ പ്രണയമാണ്. എൻ്റെ പ്രാണനാണ് നീ. അതുകൊണ്ട് നിന്നെ കിട്ടാൻ എന്തും ഞാൻ ചെയ്യുമായിരുന്നു. ഞാൻ ഇവിടെ വന്ന് നിന്നെ വിവാഹം ആലോചിച്ച ഉറപ്പായിട്ടും നിൻ്റെ അച്ഛനമ്മമാർ എനിക്ക് തരുമെന്ന് അറിയാമായിരുന്നു. പക്ഷേ നിൻ്റെ മനസ്സിൽ, നിരഞ്ജൻ്റെ മനസ്സിലും നിങ്ങൾ പരസ്പരം പ്രണയിക്കുന്നവരാണ്. അപ്പോൾ ഒരിക്കലും നിൻ്റെ സമ്മതമില്ലാതെ എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയായിരുന്നു. എനിക്ക് നിന്നെ കിട്ടില്ല എന്ന് വന്നപ്പോൾ ഞാൻ എന്തും ചെയ്യുമെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ്, അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിരഞ്ജൻ്റെ ജാതകം നോക്കാൻ വേണ്ടി വന്നത്. പക്ഷെ പൊന്നു, ഞാൻ നേരത്തെ പറഞ്ഞത് സത്യമാണ്. ഈ ജാതകദോഷം എന്നെ ബാധിക്കില്ല എന്ന് പറഞ്ഞ്, എനിക്കതിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞ് ആരൊക്കെ എതിർത്താലും ഇവളെ ഞാൻ വിവാഹം കഴിക്കും എന്ന് ഒരു വാക്ക് നിരഞ്ജൻ പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിന്നെ വിട്ടുകൊടുക്കുമായിരുന്നു. ഞാൻ സത്യങ്ങളെല്ലാം തുറന്നു പറയുമായിരുന്നു. പക്ഷേ അതിൻ്റെ പേരിൽ നിന്നെ ഉപേക്ഷിക്കാൻ പോയപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഒരിക്കലും നിന്നെ കിട്ടാൻ യാതൊരു അർഹതയുമില്ല നിരഞ്ജനെന്ന്. ഹരി പറഞ്ഞു. മതി, ന്യായീകരിക്കാൻ നിങ്ങൾ ഇനിയും കാരണങ്ങളുണ്ടാക്കും. പക്ഷേ എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. അന്ന് നിങ്ങൾ എന്നെ കണ്ടില്ലായിരുന്നെങ്കിലോ, ഇതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ ജീവിതം കളഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് നഷ്ടപ്പെടാനാണല്ലേ? പൊന്നു ചോദിച്ചതും ഹരിയുടെ മുഖം ദേഷ്യം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. നീ എന്താ പറഞ്ഞത്? എനിക്ക് എന്ത് നഷ്ടപ്പെടാൻ ആണെന്നല്ലേ? എനിക്കൊന്നും സംഭവിക്കില്ല എന്നല്ലേ? അന്നു മുതൽ, നിങ്ങൾ തമ്മിലുള്ള ഈ പ്രശ്നം നടന്ന അന്നു മുതൽ ഞാൻ ഈ വീടിൻ്റെ മുന്നിൽ രാത്രി കാവൽ നിൽക്കുകയാണ്, ഉറങ്ങാതെ. നിനക്ക് ചുറ്റും ഞാനൊരു രക്ഷാ കവചം പോലെ, അല്ലെങ്കിൽ ഒരു പട്ടിയെ പോലെ കാവൽ നിൽക്കുകയായിരുന്നു. അങ്ങനെ കാവൽ നിന്നത് കൊണ്ടാണ് ഇവിടെ നിന്നും നീ ഇറങ്ങിപ്പോയ ആ ദിവസം എനിക്ക് നിന്നെ ഇതുപോലെ ചേർത്ത് പിടിക്കാൻ സാധിച്ചത് എന്ന് പറഞ്ഞ് അവൻ പൊന്നുവിനെ വീണ്ടും ചേർത്ത് പിടിച്ചു. അവളുടെ കഴുത്തിൽ കിടക്കുന്ന ആ മാല കാണിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങൾ എന്തൊക്കെ ന്യായീകരിച്ചാലും നിങ്ങൾ ചെയ്തത് തെറ്റു തന്നെയാണ്. സ്നേഹിക്കുന്ന രണ്ടുപേരുടെ ഇടയിലേക്ക് തെറ്റിദ്ധാരണ വളർത്തി ആ ബന്ധം അവസാനിപ്പിക്കാൻ കാരണക്കാരനായി. നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഇനിയും നീ ഇത് തന്നെ പറയരുത്, നഷ്ടപ്പെടാനില്ല എന്ന്. ഞാനിപ്പോൾ നിന്നോട് പറഞ്ഞു, എനിക്ക് നഷ്ടപ്പെടാനുണ്ട്. എനിക്ക് മാത്രമേ നഷ്ടപ്പെടാനുണ്ടായിരുന്നുള്ളൂ. അവൻ വീണ്ടും അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അവൻ അവളെ ചേർത്ത് പിടിച്ച് അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് വേണമായിരുന്നടി നിന്നെ. നീ എൻ്റെയാ. അല്ലെങ്കിൽ അന്നത്തെ ദിവസം അവിടെ എനിക്ക് നിരഞ്ജൻ്റെ അമ്മയെ കാണാൻ പറ്റില്ലായിരുന്നു. നീ ഹരിരുദ്രദേവിന് വേണ്ടി ജനിച്ച പെണ്ണാ. അതുകൊണ്ട് ഇനി നീ വേറെ ഒന്നും ചിന്തിക്കണ്ട. ഇനി നിന്നെ ആർക്കും വിട്ടുകൊടുക്കുകയുമില്ല. നീ എൻ്റെയാണ്, എൻ്റെ മാത്രം. ഇത്രയും നാളും നീ എൻ്റെ ചിരിച്ച മുഖല്ലേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇനിയും നീ അവനെ ഓർത്ത് നിൻ്റെ കണ്ണ് നിറച്ച, അവനെ നഷ്ടപ്പെട്ടു എന്ന് ഓർത്ത് നെഞ്ചു പിടഞ്ഞ, പിന്നെ നീ കാണാൻ പോകുന്നത് എൻ്റെ മറ്റൊരു രൂപമായിരിക്കും. ഇനി നീ എൻ്റെ മാത്രമാണ്, എൻ്റെ മാത്രം. നിൻ്റെ മനസ്സിൽ പോലും ഇനി അവൻ കടന്നു വരാൻ പാടില്ല. അപ്പോഴുള്ള ഹരിയുടെ മുഖഭാവം കണ്ടപ്പോൾ പൊന്നുവിന് ശരിക്കും പേടി വന്നു. ഇത്രയും നാളും ഹരിയെ അങ്ങനൊരു മുഖത്തോടെ അവൾ കണ്ടിട്ടില്ല.
അതുകൊണ്ട് തന്നെയാണ് അവൾക്ക് പേടി തോന്നിയത്. അവൻ്റെ കൈകൾ അവളുടെ കവിളിൽ നിന്നും അഴിഞ്ഞു. പതിയെ അവളെ കവിളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, നീ ഇല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും പെണ്ണേ. അവനെ നിനക്ക് വേണ്ട പൊന്നു. അവനെക്കുറിച്ച് ചിന്തിക്കേണ്ട പൊന്നു. പ്ലീസ്, നീ എന്നെ മാത്രം ചിന്തിച്ചാൽ മതി. ഞാൻ നിൻ്റെ മാത്രമാണ് പൊന്നു. അതുപോലെ നീ എൻ്റെ മാത്രമാകണം. നാളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് സന്തോഷിച്ച ആഗ്രഹിച്ച ദിവസമാണ്. അതുകൊണ്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കരുത്. ഇങ്ങനെ മനസ്സ് വിഷമിപ്പിക്കരുത്. സന്തോഷമായിട്ട് നാളെ നിൻ്റെ കഴുത്തിൽ താലി കെട്ടണം. എനിക്ക് എൻ്റെ പേര് കൊത്തിയ താലി നിൻ്റെ കഴുത്തിൽ വീഴുമ്പോൾ നീ മനസ്സറിഞ്ഞ് ഒരുപാട് സന്തോഷിച്ച് ആ താലിയെ നിൻ്റെ നെഞ്ചിലേക്ക് ചേർക്കണം. ആ സമയത്ത് ഒരു ചെറിയ വിഷമോ ഒരു കുറ്റബോധമോ ഒരു സങ്കടമോ ഒന്നും നിൻ്റെ മനസ്സിലുണ്ടാക്കാൻ പാടില്ല. ഈ ഹരി ഒരുപാട് വർഷങ്ങളായി കാത്തിരുന്ന ദിവസമാണ് നാളെ. അത് നീയായിട്ട് തകർക്കരുത്. എന്നെപ്പോലെ തന്നെ നീ പറഞ്ഞില്ലേ, പൂജയും അവളും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് നിരഞ്ജനെ. അവർ ജീവിക്കട്ടെ. സ്നേഹിക്കുന്നവരല്ലേ പൊന്നു ജീവിക്കേണ്ടത്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീ എൻ്റെ ഒപ്പമല്ലേ ജീവിക്കേണ്ടത്. അവൻ പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറയുന്നത് പൊന്നു കണ്ടു. സ്നേഹിക്കുന്നവരാണ് ജീവിക്കുന്നതെങ്കിൽ ഞാനും നിരഞ്ജനും സ്നേഹിച്ചതല്ലേ? പെട്ടെന്ന് പൊന്നു ചോദിച്ചു. അല്ല, നീ മാത്രമാണ് അവനെ സ്നേഹിച്ചത്. അവൻ നിന്നെ സ്നേഹിച്ചിട്ടില്ല പൊന്നു. സ്നേഹിച്ചിരുന്നെങ്കിൽ ഒരു അവസ്ഥയിലും നിന്നെ അവൻ തള്ളി പറയില്ലായിരുന്നു. നീ ഒന്ന് മനസ്സിലാക്ക് പൊന്നു. ഇനി നീ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കരുത്. ഇത്രയും ദിവസമായിട്ടും നിനക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല പൊന്നു. അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ അവളുടെ കവിളിൽ വീണിരുന്നു. പെട്ടെന്ന് അവൻ അവളുടെ ചുണ്ടുകളിൽ അവൻ്റെ ചുണ്ടുകൾ ചേർത്തു. ഗാഢമായി വേദനിപ്പിച്ച് തന്നെ അവളുടെ ചുണ്ടുകളെ അവൻ നുണഞ്ഞു. അവൻ്റെ സങ്കടവും ദേഷ്യവും എല്ലാം അവൻ അവളുടെ ചുണ്ടിൽ തീർക്കുകയായിരുന്നു. പൊന്നു അവളുടെ കൈകൾ കൊണ്ട് അവൻ്റെ നെഞ്ചിലൊക്കെ തല്ലുന്നുണ്ട്. പക്ഷേ അവൻ ഒട്ടും തന്നെ അകന്നു മാറാതെ അവളെ മുറുക്കി പിടിച്ചു. അവളുടെ രണ്ട് ചുണ്ടുകളെയും മാറി മാറി നുണഞ്ഞു. മേൽചുണ്ടും കീഴ്ചുണ്ടും കടിച്ചു തന്നെ നുണഞ്ഞു. പൊന്നു അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൻ്റെ കണ്ണുകൾ മുറുക്കി അടച്ചു പിടിച്ചിരിക്കുകയാണ്. അവൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകുന്നുണ്ട്. അപ്പോഴും ആ കണ്ണുനീർ കണ്ടപ്പോൾ അവൾക്ക് വല്ലാതെ നെഞ്ച് വിങ്ങി. അപ്പോഴും അവൻ്റെ ചുംബനം അവൻ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇനിയും അവനെ തടഞ്ഞില്ലെങ്കിൽ തനിക്ക് ശ്വാസം മുട്ടും എന്ന് തോന്നിയ പൊന്നു പെട്ടെന്ന് അവൻ്റെ ചുണ്ടിൽ കടിച്ചു. ആ നിമിഷം അവൻ കണ്ണു തുറന്നു. രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞു. അപ്പോൾ അവൻ്റെ കണ്ണുകൾ തെളിഞ്ഞതുപോലെ അവൾക്ക് തോന്നി. അപ്പോഴും അവൾ അവൻ്റെ ചുണ്ടുകളെ കടിച്ചു തന്നെ നിന്നു. അവളുടെ സങ്കടവും ദേഷ്യവും അവൾ തിരിച്ച് അവൻ്റെ ചുണ്ടുകളിൽ തീർത്തു. അവളുടെ പല്ലുകൾ അവൻ്റെ ചുണ്ടിൽ ഇറങ്ങുമ്പോഴും ഒന്ന് തടസ്സം പോലെ നിൽക്കാതെ, വേദന അറിഞ്ഞിട്ടും അവളെ അടർത്തി മാറ്റാതെ അവൻ അവളെ വീണ്ടും വീണ്ടും ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. അവളുടെ നാവിൽ രക്തത്തിൻ്റെ രുചി അറിഞ്ഞതും അവൾ പെട്ടെന്ന് സ്വബോധം വന്നതുപോലെ അവൻ്റെ ചുണ്ടുകളിൽ നിന്നും പല്ലുകൾ അടർത്തി. അവൻ്റെ കണ്ണുകളിൽ നിന്നും നോട്ടം അവൻ്റെ ചുണ്ടുകളിലേക്ക് പോയപ്പോഴാണ് ചോര ഒഴുകുന്നത് അവൾ കാണുന്നത്. അവളുടെ കണ്ണുകൾ ഒന്ന് പിടഞ്ഞു. അവൾക്ക് അത് കണ്ടതും വിഷമം തോന്നി. എന്നാൽ അവളെ ചെറിയൊരു പുഞ്ചിരിയോടെ തന്നെ നോക്കി പിടിവിടാതെ തന്നെ ഹരി നിന്നു. കഴിഞ്ഞോ നിന്റെ ദേഷ്യവും പിണക്കവും എല്ലാം? ഹരി ചോദിച്ചു. അവൾ ഇല്ല എന്ന് തലയണക്കി. എന്നാ ഇനിയും കടിച്ചോ? എന്നെ വേദനിപ്പിച്ചോ? എൻ്റെ ശരീരത്തെ എത്ര വേണമെങ്കിലും നീ വേദനിപ്പിച്ചോ. പക്ഷെ നീ എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കരുത് പൊന്നു. ആ വേദന മാത്രം ഞാൻ താങ്ങില്ല. ആ വേദനയുടെ പേര് നിൻ്റെയാണ്. ഇതൾ, എൻ്റെ മാത്രം ഇതൾ. എന്നിൽ നിന്നും നീ അകന്നു പോയാൽ ആ വേദന അത് മാത്രം താങ്ങാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത്. ഇനിയും നീ കടിച്ചോ, എന്നെ വേദനിപ്പിച്ചോ, പക്ഷേ എന്നിൽ നിന്നും അകന്നു പോകണമെന്നുള്ള കാര്യം മാത്രം നീ ചിന്തിക്കരുത്. അവൻ സംസാരിക്കുമ്പോൾ അവൻ്റെ ചുണ്ടിൽ നിന്നും ചോര ഒഴുകി ഒരിറ്റ് അവളുടെ ചുണ്ടിലേക്ക് വീണു. അവൻ അവളുടെ ചുണ്ടിലേക്ക് നോക്കി. അവൻ്റെ രക്തം അവളുടെ ചുണ്ടിൽ. അവൻ കൈകൊണ്ട് ആ രക്തത്തുള്ളി തുടയ്ക്കാൻ പോയതും പെട്ടെന്ന് അവൾ ആ ചുണ്ടുകൾ ഉള്ളിലേക്കെടുത്തു. അവൻ്റെ ചോരത്തുള്ളികൾ അവളുടെ വായിലായി. അത് കണ്ടതും അവനൊന്ന് പുഞ്ചിരിച്ചു. വീണ്ടും അവൻ്റെ ചുണ്ടുകളിൽ നിന്നും രക്തം ഒഴുകുന്നത് കണ്ടതും പെട്ടെന്ന് അവൾ അവളുടെ കൈ അവൻ്റെ പുറം കഴുത്തിലൂടെ കൊണ്ടുവന്ന്
അവൻ്റെ തല താഴ്ത്തി അവൻ്റെ ചുണ്ടുകളെ നുണഞ്ഞെടുത്തു. അവളുടെ ആ പ്രവൃത്തി കണ്ട് അവൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു, കണ്ണുനീർ പൊടിഞ്ഞു. അവൻ അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് തന്നെ അവളെയും കൊണ്ട് വാതിലിനടുത്തേക്ക് ചെന്നു. കാലുകൾ കൊണ്ട് വാതിലടച്ചു. അപ്പോഴും അവൾ അവൻ്റെ ചുണ്ടുകളെ നുണഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. അവൾക്ക് വിധേയനായി അവൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവൻ അവളുടെ മുഖത്തേക്ക് അവൻ്റെ ചുണ്ടുകൾ അടുപ്പിച്ചു കൊടുത്തു. അവൻ്റെ കൈകൾ അവളെ ചുറ്റി പിടിച്ചിട്ടുണ്ട്. പതിയെ പതിയെ അവൾ അവൻ്റെ ചുണ്ടുകളെ നുണഞ്ഞുകൊണ്ടിരുന്നു. പതിയെ അവൻ്റെ ചുണ്ടുകളിൽ നിന്നും വിട്ടുമാറി അവൾ വീണ്ടും അവൻ്റെ ചുണ്ടിലേക്ക് നോക്കി. രക്തം വരുന്നുണ്ടോ എന്ന്. ഇല്ല എന്ന് കണ്ടതും അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ഒരു പുഞ്ചിരിയോടെ അവളെ നോക്കി നിൽക്കുന്ന ഹരിയെ കണ്ടതും അവൾ വീണ്ടും ദേഷ്യപ്പെടാൻ തുടങ്ങി. എന്നെ വിട്. അവൾ അവൻ്റെ കയ്യിൽ കിടന്ന് കുതറി. ഇല്ല, ഇത്രയും നേരം എന്നെ സ്നേഹിച്ചിട്ട് ഇപ്പോൾ വിടാൻ പറഞ്ഞാൽ ഞാൻ വിടുവോ? അവൻ ചോദിച്ചു. ഞാൻ സ്നേഹിച്ചതല്ല, ഞാൻ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്തതാ, അവൾ പറഞ്ഞു. അപ്പോൾ നീ എന്നെ സ്നേഹിച്ചതല്ല പൊന്നു? അവൻ ചോദിച്ചതിന് അവൾ ഒന്നും മിണ്ടിയില്ല. ഞാൻ എന്ത് പ്രായശ്ചിത്തമാ പൊന്നു ചെയ്യേണ്ടത്? അവൻ അവളോട് ചോദിച്ചു. അവൾ അല്പസമയം മിണ്ടാതെ നിന്നു. പിന്നെ പറഞ്ഞു. പ്രായശ്ചിത്തമല്ലേ? ഞാൻ എന്തു പറഞ്ഞാലും ചെയ്യുമോ? അവൾ ചോദിച്ചു. ചെയ്യാം. ഒട്ടും ആലോചിക്കാതെ തന്നെ അവൻ അവൾക്ക് അപ്പോൾ തന്നെ മറുപടി പറഞ്ഞു. ശരി, നാളെ നമ്മുടെ വിവാഹം. അത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ഭാര്യ ആയിരിക്കില്ല. എന്താ? ഒരു ഞെട്ടലോടെ അവൻ ചോദിച്ചു. വിവാഹം കഴിഞ്ഞാലും നമ്മൾ തമ്മിൽ ശാരീരിക ബന്ധം ഉണ്ടാകില്ല എന്ന് അവൾ പറഞ്ഞു. ശരി. അതിനും അവൻ ആലോചിക്കാതെ തന്നെ മറുപടി പറഞ്ഞു. നീ എൻ്റെ കൂടെ ഉണ്ടായാൽ മതി. ജീവിതത്തിൽ എൻ്റെ ഭാര്യയായിട്ട് എൻ്റെ കൂടെ എൻ്റെ കൺമുന്നിൽ ഉണ്ടായാൽ മതി. മറ്റൊന്നും ഈ ഹരിക്ക് വേണ്ട. അവൻ പറഞ്ഞതും അവൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ വീണ്ടും അടർന്ന് താഴേക്ക് വീണു. ശരി, എന്നാ പൊയ്ക്കോ. മറ്റുള്ളവരെ ഒന്നും അറിയിക്കാൻ നിൽക്കണ്ട, പൊന്നു പറഞ്ഞു. പൊന്നു, എന്നെ വെറുക്കല്ലേ. നിന്റെ വെറുപ്പ് എനിക്ക് താങ്ങാൻ പറ്റില്ല പെണ്ണേ. അവൻ പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ നിന്നു. പെട്ടെന്നാണ് വാതിലിൽ മുട്ടുകേട്ടത്. പൊന്നു, താഴെ എല്ലാവരും അന്വേഷിക്കുന്നു. വേഗം, ഹരിയേട്ടനെ അന്വേഷിക്കുന്നുണ്ട്. അമ്മ ഇങ്ങോട്ട് വരാൻ പോവുകയാണ്. ഞാൻ വിളിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞു വന്നതാണ്. പുറത്തുനിന്ന് ശ്രദ്ധയുടെ ശബ്ദം കേട്ടു. ചെല്ല്, ഞാൻ വന്നേക്കാം. വാതിലിൽ ചാരി നിന്ന ഹരിയോട് അവൾ പറഞ്ഞു. അവൾ വാഷ്റൂമിലേക്ക് നടന്നു. പെട്ടെന്ന് അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്നെ വെറുക്കല്ലേ. എന്നിൽ നിന്നും അകൽച്ച കാണിക്കില്ലേ. അവൻ പറയുമ്പോൾ അവൻ്റെ ശബ്ദത്തിലെ ദയനീയത അവളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടായിരുന്നെങ്കിലും അവളത് മറച്ചു വെച്ചു. ചെല്ല്, ഞാൻ വരാം. എല്ലാവരും അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ. വെറുതെ നമ്മുടെ പ്രശ്നം മറ്റുള്ളവരെ കൂടി അറിയിക്കണ്ട എന്ന് പറഞ്ഞ് അവൻ്റെ ആ കൈ പിടിച്ചുകൊണ്ട് അവൾ വാഷ്റൂമിലേക്ക് കയറി. തളർച്ചയോടെ കുറച്ചു നേരം നിന്നു. അപ്പോഴേക്കും അവൻ അടച്ചിരുന്ന വാതിൽ തുറന്ന് ശ്രദ്ധ വന്നു. ഹരിയേട്ടാ, പൊന്നു, അവൾ ചോദിച്ചു. വാഷ്റൂമിലുണ്ട്. അവൾ എന്തു പറഞ്ഞു ഹരിയേട്ടാ? ഇല്ല, അവളെ എനിക്ക് നഷ്ടമാവില്ല. നഷ്ടമാകാൻ ഈ ഹരി സമ്മതിക്കില്ല. അവൾ എൻ്റെയാണ്, എൻ്റെ മാത്രം. അതിന് തടസ്സമായിട്ട് ആര് വന്നാലും കൊന്ന് തള്ളും ഞാൻ എന്ന് പറഞ്ഞ് ഹരി അവിടെ നിന്നും ഇറങ്ങിപ്പോയി. വാഷ്റൂമിൽ നിന്ന് പൊന്നു അത് കേൾക്കുകയും ചെയ്തു. അവൾ ചെന്ന് മുഖമൊന്ന് ടവൽ കൊണ്ട് ഒപ്പിയെടുത്തു. അവളുടെ നാവിൽ അപ്പോഴും ഹരിയുടെ രക്തത്തിൻ്റെ രുചിയുണ്ടായിരുന്നു. അവൾ പുറത്തേക്ക് വന്നു. ശ്രദ്ധ അവളെ നോക്കി. പോകാം, പൊന്നു പറഞ്ഞു. പൊന്നു, അത് ശ്രദ്ധ, എനിക്കിപ്പോൾ ഒന്നും കേൾക്കാൻ പറ്റിയ അവസ്ഥയിലല്ല ഞാൻ, അവൾ പറഞ്ഞു. ശരി, ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. പക്ഷേ നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് ശ്രദ്ധ അവളെ മിററിനടുത്ത് കൊണ്ടുവന്ന് ചെറുതായി അവളുടെ മുഖം ഒന്ന് ടച്ചപ്പ് ചെയ്തു. ചുണ്ട് ചെറുതായി വീർത്തിരിക്കുന്നത് അവൾ കണ്ടു. ലൈറ്റായിട്ട് ഒരു ലിപ്സ്റ്റിക്കും ഇട്ടുകൊടുത്തു. ശ്രദ്ധ പിന്നെ അവളെയും കൊണ്ട് താഴേക്ക് വന്നു. താഴേക്ക് വരുമ്പോൾ താഴെ എല്ലാവരും പായയും നിലവിളക്കും എല്ലാം കത്തിച്ച് വെച്ച് എല്ലാവരും അവളെ കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് മുന്നിൽ നിൽക്കുന്ന പൂജയെ അവൾ കാണുന്നത്. പിന്നെ ഹരിയുടെ അച്ഛൻ, അമ്മ, മുത്തശ്ശി, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. ഹരിയുടെ ബന്ധത്തിൽ നിന്ന ഒരു സ്ത്രീയാണ് അവൾക്ക് പുടവ കൊടുത്തത്. തട്ടം വാങ്ങുമ്പോൾ അവളുടെ കണ്ണുകൾ ഹരിയെ നോക്കി. അവളെ തന്നെ നോക്കിക്കൊണ്ട് കുറച്ചു മാറി അവൻ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ കണ്ണുകളിലും
അവൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ചുണ്ട് പൊട്ടിയിരിക്കുന്നത് കൊണ്ട് ചെറുതായി വീർത്തിട്ടുണ്ട്. അത് മറച്ചു പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഹരിയുടെ ചിരി അവൻ്റെ കണ്ണുകളിൽ വ്യക്തമാകുന്നുണ്ടായിരുന്നു. പൊന്നു പെട്ടെന്ന് നോട്ടം മാറ്റി. പിന്നെ മുത്തശ്ശിയും ഹരിയുടെ അമ്മയും അവിടെ നിന്ന് വന്ന എല്ലാവരും അവളുടെ അടുത്തേക്ക് വന്ന് സംസാരിച്ചു. കുറച്ചു കഴിഞ്ഞ് അവരെല്ലാവരും തിരിച്ചുപോയി. പിന്നെ അവിടെ പൊന്നുവിൻ്റെ വീട്ടുകാരും അയൽക്കാരും ബന്ധുക്കളും മാത്രമായി. അപ്പോഴും വല്ലാത്ത സങ്കടത്തിലായിരുന്നു അവൾ. അവൾക്ക് കരയണമെന്ന് വരെ തോന്നി. അവളുടെ മനസ്സിൽ എന്താണെന്ന് മനസ്സിലാവാതെ അവളുടെ കൂട്ടുകാർ നിന്നു. മുത്തശ്ശിയോട് ഇതിനിടയ്ക്ക് കാര്യം പറഞ്ഞിരുന്നു ശ്രദ്ധ. മോളെ, ഭക്ഷണം കഴിച്ചിട്ട് നീ കിടന്നോ, നാളെ നേരത്തെ എഴുന്നേക്കാനുള്ളതല്ലേ? പൊന്നുവിൻ്റെ അമ്മ വന്ന് പറഞ്ഞതും അവൾ ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞു. അത് ഈ സമയത്ത് എല്ലാ പെൺകുട്ടികളും പറയുന്നതാണ്. ടെൻഷൻ കാരണമായിരിക്കും എന്ന് കരുതി അമ്മ അവൾക്ക് കുറച്ച് ഭക്ഷണം വാരിക്കൊടുത്തു. ആ ഭക്ഷണം കഴിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. എന്തിനാ എൻ്റെ മോള് കരയുന്നത്? ഞങ്ങളെക്കാൾ ഏറ്റവും നിന്നെ നന്നായി നോക്കുന്ന ഒരു കയ്യിലാണ് ഞങ്ങളുടെ മോളെ എത്തിക്കുന്നത്. അത് അമ്മയ്ക്ക് നന്നായി മനസ്സിലാക്കിയ കാര്യമാണ്. അതുകൊണ്ട് ഒന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞ് അമ്മ അവളെ ആശ്വസിപ്പിച്ചു. ഭക്ഷണം കഴിച്ചതും അവൾ റൂമിലേക്ക് ചെന്നു. റൂമിൽ കയറിയതും അത്രയും നേരം പിടിച്ചു വെച്ച അവളുടെ സങ്കടമെല്ലാം പുറത്തേക്ക് വന്നു. അവൾ കരഞ്ഞുകൊണ്ട് ബെഡിലേക്ക് വീണു. അപ്പോഴാണ് മുത്തശ്ശി വന്നത്. മുത്തശ്ശിയെ കണ്ടതും അവൾ മുത്തശ്ശിയുടെ മടിയിലേക്ക് കിടന്നു പൊട്ടിക്കരയാൻ തുടങ്ങി. എന്താ മോളെ, എന്താ നിൻ്റെ മനസ്സിൽ? നീ ആരോടെങ്കിലും പറയൊന്ന്. ഞങ്ങൾക്കെല്ലാവർക്കും പേടിയാകുന്നു നിൻ്റെ അവസ്ഥ കണ്ടിട്ട്. നീ ഇപ്പോഴും ആ നിരഞ്ജനെ സ്നേഹിക്കുന്നുണ്ടോ പൊന്നു? നിനക്ക് ഇപ്പോഴും അവനെ ഇഷ്ടമാണോ? മുത്തശ്ശി ചോദിച്ചു. അപ്പോഴും ഒന്നിനും മറുപടി കൊടുക്കാതെ അവൾ അപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ഇതേ സമയം ശ്രദ്ധയും വാണിയും ഐറയും കൂടി നിരഞ്ജൻ്റെ വീട്ടിലേക്ക് ചെന്നു. അവിടെ പൂജയെ കണ്ടതും നിരഞ്ജൻ എവിടെയാണെന്ന് ചോദിച്ചു. റൂമിലാണെന്ന് പറഞ്ഞതും അവർ 3 പേരും കൂടി അങ്ങോട്ട് ചെന്നു. റൂമിൽ ബെഡിൽ കമിഴ്ന്ന് കിടക്കുന്ന നിരഞ്ജനെ കണ്ടതും അവർ വാതിലിൽ ഒന്ന് മുട്ടി. ഡോറ് തുറന്ന് കിടക്കുകയാണ്. എന്നാലും അകത്തേക്ക് ചെല്ലാൻ പെർമിഷൻ ചോദിച്ചുകൊണ്ട് അവർ അകത്തേക്ക് ചെന്നു. അവരെ 3 പേരെയും കണ്ടതും നിരഞ്ജൻ എഴുന്നേറ്റിരുന്നു. അവൻ പുറത്തേക്ക് നോക്കി. പൊന്നു വന്നിട്ടുണ്ടോ? നിരഞ്ജൻ ചോദിച്ചു. എന്തിനു പൊന്നു വരണം? ഇനി അവൾ നിന്റെ അടുത്തേക്ക് വരില്ല. നിങ്ങളുടെ നിഴല് പോലും ഇനി അവളുടെ മേത്ത് വീഴരുത്. അവൾ ഞങ്ങളുടെ ഹരിയേട്ടൻ്റെ പെണ്ണാണ്. നിങ്ങളെക്കാൾ കൂടുതൽ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് ഹരിയേട്ടനെ. കാരണം എന്താണെന്നറിയോ? ആ മനുഷ്യൻ എത്രമാത്രം ഞങ്ങളുടെ പൊന്നുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടാണ്. നിങ്ങൾ അറിയുന്നതിനേക്കാൾ കൂടുതൽ, നിങ്ങൾക്ക് മനസ്സിലാവുന്നതിനേക്കാൾ കൂടുതൽ നിരഞ്ജൻ പൊന്നുവിനെ സ്നേഹിക്കുന്നുണ്ട്. ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ ഞങ്ങളെ ഒന്ന് മനസ്സിലാക്ക്. ഒന്നും മനസ്സിലാക്കാനില്ല. നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് അവളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ചെറിയ വിഷമം, അത് മാത്രമാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത്. പക്ഷേ ഞങ്ങളുടെ പൊന്നു ആത്മാർത്ഥമായി ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതിനേക്കാൾ മടങ്ങ് ഇരട്ടി ഞങ്ങളുടെ പൊന്നുവിനെ ഹരിയേട്ടൻ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഇത്രയും നാളും ഇതൊന്നും ആരും അറിയാതെ ഞങ്ങൾ മറച്ചു വെച്ചു. ഇനി അതും ഉണ്ടാവില്ല. അറിഞ്ഞാൽ അറിയാലോ, തരുണേട്ടൻ മാത്രമല്ല, എറിക്കേട്ടനും ഈ വീട്ടുകാരും എല്ലാവരും തമ്മിൽ ശത്രുക്കളാവും. അതുകൊണ്ട് അതിനൊരു അവസരം നിങ്ങൾ ഉണ്ടാക്കരുത്. ഇനി ഞങ്ങളുടെ പൊന്നുവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാമെന്ന് നിങ്ങൾ കരുതണ്ട. അവൾ ഹരിയേട്ടൻ്റെ പെണ്ണായി മാറിക്കഴിഞ്ഞു. ഇനി അവളുടെ പുറകെ വരരുത്. അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഇനി അവളെ ശല്യപ്പെടുത്തരുത്. അവളെ വേണമെന്ന് പറഞ്ഞ് ഇനി അവളുടെ പുറകെ വരരുത്. വന്നാൽ നിങ്ങളുമായിട്ടുള്ള ഈ കുടുംബവുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഞങ്ങൾ വേണ്ട എന്ന് വയ്ക്കും. ഞങ്ങൾ മനസ്സുകൊണ്ട് വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായും ഞങ്ങളുടെ വീട്ടുകാരടക്കം നിങ്ങളെ എല്ലാവരെയും തള്ളിപ്പറയും, ഒഴിവാക്കി നിർത്തും. അതിനുള്ളൊരു അവസരം ഉണ്ടാക്കരുത്. ഇത് പറയാനാ ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞ് അവർ 3 പേരും തിരിച്ച് ഇറങ്ങുമ്പോഴാണ് പൂജയെ കാണുന്നത്. നിന്നോട് ഞങ്ങളുടെ പൊന്നു പറഞ്ഞത് അത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നീ തട്ടിപ്പറിച്ച ജീവിതം കാത്തു സൂക്ഷിക്കേണ്ടത് നീ തന്നെയാണ്. അത് മറ്റുള്ളവർക്ക് തട്ടിക്കളിക്കാനായിട്ട് നീ ഇട്ട് കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രദ്ധയും വാണിയും ഐറയും അവിടെ നിന്നും ഇറങ്ങി. അവർ വീട്ടിൽ ചെല്ലുമ്പോൾ മുത്തശ്ശിയുടെ മടിയിൽ കിടന്ന് കരയുന്ന പൊന്നുവിനെ കാണുന്നത്. നിങ്ങൾ എവിടെ പോയതാ മക്കളെ? മുത്തശ്ശി ചോദിച്ചു. നിരഞ്ജനെ കാണാൻ പോയതാണെന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പോഴും കരച്ചിൽ നിർത്തിയിട്ടില്ലേ? നിനക്ക് ഇനിയും വേണോ മറ്റൊരു പെണ്ണിൻ്റെ ഭർത്താവിനെ? ദേഷ്യത്തോടെ ഐറ പൊന്നുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു.
അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. വേണ്ട, ഒരിക്കലും ഞാൻ ഇപ്പോൾ നിരഞ്ജനെ ആഗ്രഹിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല. നിങ്ങൾ പറയുന്നത് പോലെ ഒന്നുമല്ല. പിന്നെ നീ എന്താ ഇത്രയും കിടന്ന് കരയുന്നത്? അത് ഹരിയേട്ടൻ പറ്റിച്ചെന്നൊരു തോന്നൽ. ദേ പൊന്നു, എൻ്റെ വായിൽ നിന്ന് നീ വല്ലത് കേൾക്കും. പറ്റിച്ചു. നീ പറയുന്നത് കുറേ കേട്ടു. ആ മനുഷ്യനോട് നിന്നെ പറ്റിച്ചതല്ല. മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്ക്. വേറൊന്നും എനിക്ക് നിന്നോട് പറയാനില്ല, ഐറ ദേഷ്യത്തിൽ പറഞ്ഞു. പിന്നെ ആരും ഒന്നും പറഞ്ഞില്ല. വീണ്ടും അവൾ മുത്തശ്ശിയുടെ മടിയിൽ കിടന്ന് തന്നെ ഉറങ്ങി. രാവിലെ അമ്മമാർ വന്ന് വിളിച്ചത്. പൊന്നു എഴുന്നേറ്റു. ഐറയും വാണിയും ശ്രദ്ധയും പൊന്നുവിനെ നോക്കി. മുഖം കുറച്ച് കരഞ്ഞതിൻ്റെ വീർത്തിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. അമ്മമാർ വിളിച്ചുകൊണ്ട് വേഗം തന്നെ താഴേക്ക് പോയി. അവർ പോയതും എന്താ പൊന്നു നിൻ്റെ ഉദ്ദേശം? വാണി ചോദിച്ചു. ഒന്നും മിണ്ടാതെ പൊന്നു ഇരിക്കുന്നത് കണ്ടതും വീണ്ടും ദേഷ്യത്തോടെ അവർ ചോദിച്ചു. നിന്നോടാ ഞാൻ ചോദിക്കുന്നത്, എന്താ നിൻ്റെ ഉദ്ദേശം? ഞങ്ങൾ റെഡി ആവണോ? അല്ലെങ്കിൽ ഇപ്പം തന്നെ ചെന്ന് പറയാലോ ഈ കല്യാണം വേണ്ട എന്ന്? വാണി വീണ്ടും ചോദിച്ചു. എനിക്ക് കല്യാണം വേണ്ട എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, പൊന്നു പറഞ്ഞു. പിന്നെ ഇങ്ങനെ വിഷമിച്ച് നീ വിവാഹത്തിന് സമ്മതിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വെറുതെ എന്തിനാ ആ മനുഷ്യൻ്റെ ജീവിതം കൂടി കളയുന്നത്? ശ്രദ്ധ ചോദിച്ചു. ഏതു മനുഷ്യൻ്റെ ജീവിതം കളയണ്ട എന്നാണ് നിങ്ങൾ പറയുന്നത്? ഹരിയേട്ടൻ്റെ ആണോ? നിങ്ങൾ ഹരിയേട്ടൻ്റെ ജീവിതമാണോ നോക്കുന്നത്? എൻ്റെ ജീവിതമാണോ നോക്കുന്നത്? പൊന്നു കുറച്ച് ദേഷ്യത്തിൽ ചോദിച്ചു. ഈ പറയുന്ന ഹരിയേട്ടൻ എന്ന് പറയുന്നത് തന്നെയാ ഇപ്പോൾ എൻ്റെ ജീവിതവും. ആ മനുഷ്യനെ ഞാനിപ്പോൾ എല്ലാവരേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്. അത് തന്നെയാ എന്നിൽ നിന്നും അങ്ങനെ ഒരു കാര്യം മറച്ചു വെച്ചപ്പോൾ, അല്ലെങ്കിൽ എന്നെ അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചത് ആളാണെന്ന് അറിഞ്ഞപ്പോൾ ഇപ്പോൾ ഞാൻ ആ മനുഷ്യനെ സ്നേഹിക്കുന്നത്, ആ മനുഷ്യൻ്റെ താലിക്കായി ഇന്ന് പൊന്നു തല കുനിച്ച് കൊടുക്കുന്നത് സന്തോഷത്തോടു കൂടി തന്നെയാ. പൊന്നു പറഞ്ഞതും എല്ലാവരും അവളെ നോക്കി. അവരുടെ മുഖമെല്ലാം തെളിഞ്ഞു. പൊന്നുവിൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇന്നും ലെങ്ത്ത് നല്ല കൂടുതലാണ്. ഒരുപാട് പേർക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ ഫ്ലാഷ് ബാക്കിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള എന്തായിരിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. എന്തായിരിക്കും പൊന്നു ഹരിക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുന്നത്? മനോഹരമായ നല്ല റൊമാൻറ്റിക് മുഹൂർത്തങ്ങളുമായി എൻ്റെ പ്രണയം അടുത്ത ദിവസങ്ങളിൽ കേൾക്കാം. പിന്നെ നിങ്ങളെ പേടിച്ചിട്ടാണോ ഞാൻ ഇത്രയും ലെങ്ത്തിൽ കൊണ്ടുവന്ന് നിർത്തിയത്. നല്ല ഹാപ്പി ആയിട്ടുള്ള എൻഡിങ് തന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും കൂടി എന്നെ കമൻസിലൂടെ കൊല്ലും. അതുകൊണ്ട് നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു എൻഡിങ്ങാണ് തന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. അതിന് പകരം നിങ്ങളുടെ ലൈക്കും കമൻസും ഒക്കെ പോന്നോട്ടെ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലവ് യു ഓൾ.